PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോപ്പറേറ്റീവ് ബാങ്ക് ജൂനിയർ ക്ലർക്ക്, അസിസ്റ്റന്റ് സെക്രട്ടറി എക്സാമുകൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോപ്പറേറ്റീവ് ലോയിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സുമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, KCS Act 1969 is Act number dash of 1969. KCS Act 1969 is Act number dash of 1969. ഉത്തരം 21. 1969 21ാമത്തെ ആക്റ്റാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. ഇതാണ് കേരളത്തിൽ നിലനിൽക്കുന്ന സഹകരണ നിയമം. കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ്റെ ഹിസ്റ്ററി നമ്മൾ ഓൾറെഡി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. 1969 KCS ആക്ട് നിലവിൽ വന്നത് 1969 മെയ് 15 KCS റൂൾസ് ആണെങ്കിൽ 1969 ജൂലൈ 14 നിലവിൽ വരുന്നത്. KCS ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 15 മെയ് 1969. KCS rules came into force on 14th July 1969. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. KCS ആക്ടിന് 110 സെക്ഷൻസും 201 റൂൾസും ഉണ്ട്. 2023 KCS അമെൻമെൻറ്റ് ആക്ട് വന്നു. അത് 2024 9ാമത്തെ ആക്റ്റായിരുന്നു. KCS അമെൻമെൻറ്റ് ആക്ട് 2023 പ്രധാനപ്പെട്ട മാറ്റങ്ങളുടെ 3 പാർട്ട് വീഡിയോകളായിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അടുത്ത ചോദ്യം, ദ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്ഡ് ഇൻ ദ ഇയർ. ദ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്ഡ് ഇൻ ദ ഇയർ. ഉത്തരം 1913. കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വരുന്നത് 1913. ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നത് 1914. ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വരുന്നത് 1951 അത് പ്രാബല്യത്തിൽ വരുന്നത് 1952 കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റും ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സെക്ഷൻ 2 സബ്സെക്ഷൻ V ഓഫ് KCS Amendment Act 2023 deals with Section 2 subsection V of KCS Amendment Act 2023 deals with ഉത്തരം യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. പുതിയ അഡീഷനാണ്. അതായത് 2023 അമെൻമെൻറ്റ് ആക്ട് അനുസരിച്ച് കൂട്ടിച്ചേർത്ത ഒരു സബ്സെക്ഷനാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ V. അത് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ചാണ് പറയുന്നത്. യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ മെമ്പർ ആവാനുള്ള പ്രായപരിധി 45 വയസ്സാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ മെമ്പർ ആവാനുള്ള പ്രായപരിധി 45 വയസ്സാണ്. ഇനി മെമ്പർ ആയതിനു ശേഷം 45 വയസ്സായാൽ അവർ അസോസിയേറ്റ് മെമ്പർ അല്ലെങ്കിൽ നോമിനൽ മെമ്പറായിട്ട് മാറും. അടുത്ത ചോദ്യം, ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഷാൽ ബി ഇഷ്യൂഡ് ഇൻ ഫോം നമ്പർ. ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഷാൽ ബി ഇഷ്യൂഡ് ഇൻ ഫോം നമ്പർ. ഉത്തരം 3A. ഫോം നമ്പർ 3Aയിലാണ് ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ കൊടുക്കുന്നത് ഫോം നമ്പർ 3യിലാണ്. ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുന്നത് ഫോം നമ്പർ 3Aയിലാണ്. ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന് ഇഷ്യൂ ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 8 സബ്സെക്ഷൻ 2 ആണ്. അതുപോലെ റൂൾ 4Aയിലുമാണ്. ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആരാണ്? രജിസ്ട്രാർ തന്നെയാണ്. രജിസ്ട്രാറാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും കൊടുക്കുന്നത്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് രജിസ്റ്റർ ചെയ്തു എന്നുള്ളതിന് തെളിവാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ രജിസ്ട്രാറുടെ സീലും സിഗ്നേച്ചറും ഉണ്ടായിരിക്കും. ഓഡിറ്റ് സർട്ടിഫിക്കറ്റും അതുപോലെ മറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ നോക്കിയിട്ടാണ് രജിസ്ട്രാർ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെക്ഷൻ 15 ഓഫ് KCS ആക്ട് 1969 ഡീൽസ് വിത്ത്. സെക്ഷൻ 15 ഓഫ് KCS ആക്ട് 1969 ഡീൽസ് വിത്ത്. ഉത്തരം ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് സൊസൈറ്റീസ് ഇൻ സർട്ടൻ കേസസ്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ആവുന്നത് ഏതൊക്കെ
സർക്കംസ്റ്റാൻസസിലാണ് എന്ന് പറയുന്നത് സെക്ഷൻ 15 ഒരു സൊസൈറ്റിയുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഫുള്ളായിട്ട് മറ്റൊരു സൊസൈറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ ട്രാൻസ്ഫർ ചെയ്ത സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ആവും. അതുപോലെ 2 or more societies amalgamated, the registration of the amalgamating society shall be cancelled. അമാൽഗമേറ്റ് ചെയ്ത സൊസൈറ്റികളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ആവും. വെൻ എ സൊസൈറ്റി ഈസ് ഡിവൈഡഡ്, ദ രജിസ്ട്രേഷൻ ഓഫ് ഓൾഡ് സൊസൈറ്റി ഷാൽ ബി ക്യാൻസൽഡ്. സൊസൈറ്റി ഡിവൈഡ് ചെയ്യുമ്പോഴും പഴയ സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ആവും. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ആവുന്ന 3 സാഹചര്യങ്ങളാണ് നാം ഇപ്പോൾ പറഞ്ഞത്. അതുകൂടാതെ ഒരു സൊസൈറ്റിയുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് പൂർണ്ണമായോ ഭാഗികമായോ മറ്റൊരു സൊസൈറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനും 2 or more സൊസൈറ്റീസ് അമാൽഗമേറ്റ് ചെയ്ത് ഒരു പുതിയ സൊസൈറ്റി ആയിട്ട് മാറുന്നതിനും ഒരു സൊസൈറ്റി ഡിവൈഡ് ചെയ്തിട്ട് മറ്റൊരു സൊസൈറ്റി ആവുന്നതിനുമൊക്കെ നേരത്തെ 2/3 മെജോറിറ്റി റെസൊല്യൂഷൻ പാസ്സാവണമായിരുന്നു. എന്നാൽ KCS അമെൻമെൻറ്റ് 2023 ആക്ട് അനുസരിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ സിമ്പിൾ മെജോറിറ്റി, ഈ 3 കേസിലും സിമ്പിൾ മെജോറിറ്റി അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം മതി. അതും കൂടി ഓർത്തു വെക്കണം. ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ഷാൽ ബി മെയ്ഡ് ഇൻ ഉത്തരം ഫോം നമ്പർ 31. അഫിലിയേഷനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഫോം നമ്പർ 31 അഫിലിയേറ്റ് ചെയ്യുന്ന എവിടെയാണ്? പ്രൈമറി സൊസൈറ്റീസ് ആണെങ്കിൽ സെൻട്രൽ സൊസൈറ്റിയിലേക്കും, സെൻട്രൽ സൊസൈറ്റി ആണെങ്കിൽ അപ്പെക്സ് സൊസൈറ്റിയിലേക്കും രജിസ്ട്രേഷൻ കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ അഫിലിയേറ്റ് ചെയ്യണം. ഇങ്ങനെ അഫിലിയേഷനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഫോം നമ്പർ 31 അഫിലിയേഷനുള്ള ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പെക്സ് സൊസൈറ്റി ആയാലും സെൻട്രൽ സൊസൈറ്റി ആയാലും അതിനൊരു തീരുമാനം എടുക്കേണ്ടത് 45 ദിവസത്തിനുള്ളിലാണ്. ശ്രദ്ധിക്കണം, നേരത്തെ 60 ദിവസമായിരുന്നു. KCS അമെൻമെൻറ്റ് ആക്ട് അനുസരിച്ച് 45 ദിവസത്തിനുള്ളിലാണ് അഫിലിയേഷനുള്ള ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ സെൻട്രൽ സൊസൈറ്റി ആയാലും അപ്പെക്സ് സൊസൈറ്റി ആയാലും അതിനൊരു തീരുമാനം എടുക്കേണ്ടത്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിൻ്റാണ് അഫിലിയേഷൻ ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിക്കാറുണ്ട്. അത് പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അഫിലിയേഷൻ ഫീ മിനിമം 100 രൂപയാണ്, മാക്സിമം 2000. മിനിമം അഫിലിയേഷൻ ഫീസ് 100 രൂപ, മാക്സിമം 2000. അടുത്ത ചോദ്യം, ഫീ ഫോർ അമെൻമെൻറ്റ് ഓഫ് ബൈലോ. ഉത്തരം ₹500. ബൈലോ അമെൻഡ് ചെയ്യുന്നതിനുള്ള ഫീസ് 500 രൂപയാണ്. ശ്രദ്ധിക്കണം, SC ST വുമൺ സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് എടുത്തു പറയുന്നുണ്ടെങ്കിൽ ഈ 3 ടൈപ്പ് സൊസൈറ്റികളുടെയും ബൈലോ അമെൻഡ് ചെയ്യുന്നതിനുള്ള ഫീസ് 50 രൂപയാണ്. സാധാരണ സൊസൈറ്റികൾക്ക് ബൈലോ അമെൻഡ് ചെയ്യുന്നതിനുള്ള ഫീസ് എന്ന് പറയുന്നത് 500 രൂപയാണ്. എന്നാൽ SC ST സൊസൈറ്റികൾക്കും വുമൺ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും 50 രൂപയാണ്. ബൈലോ അമെൻഡ് ചെയ്യുന്നതിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അമെൻഡഡ് ബൈലോയുടെ എത്ര കോപ്പിയാണ് സെൻഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഉത്തരം 4. ബൈലോ അമെൻഡ് ചെയ്യുന്നതിന് അമെൻഡഡ് ബൈലോയുടെ 4 കോപ്പി കൊടുക്കണം. രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഡ്രാഫ്റ്റ് ബൈലോയുടെ 3 കോപ്പീസാണ് എൻക്ലോസ് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, വിച്ച് സെക്ഷൻ ഡീൽസ് വിത്ത് നോമിനൽ മെമ്പർ ഹാസ് നോ വോട്ടിംഗ് റൈറ്റ്? നോമിനൽ മെമ്പർ ഹാസ് നോ വോട്ടിംഗ് റൈറ്റ്. ഉത്തരം സെക്ഷൻ 20 സബ്സെക്ഷൻ B. KCS ആക്ടിൻ്റെ സെക്ഷൻ 20 വോട്ട് ഫോർ മെമ്പേഴ്സിൻ്റെ വോട്ടിങ്ങിനെ കുറിച്ച് പറയുന്നത്. 20B നോമിനൽ മെമ്പർക്ക് വോട്ട് ഇല്ല എന്നുള്ള കാര്യം പറയുന്നത്. നമ്മൾ സെക്ഷൻ 18 നോമിനൽ മെമ്പറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. സെക്ഷൻ 18 നോമിനൽ മെമ്പർ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പറിനെ കുറിച്ച് പറയുന്നത്. ഇവർക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ല, ഇലക്ഷൻ നിൽക്കാനുള്ള അധികാരമില്ല, അതുപോലെ തന്നെ പ്രോഫിറ്റിൻ്റെ ഷെയർ ഒന്നും കിട്ടാനുള്ള അങ്ങനെയുള്ള അവകാശങ്ങളും ഇല്ല. 20B നോമിനൽ മെമ്പർക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ല എന്ന് പറയുന്നത്. 20C ഗവൺമെൻറ് നോമിനീസിന് 1 വോട്ട് ഉണ്ടെന്ന് പറയുന്നത്. എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിന് 1 വോട്ടുണ്ട്. എന്നാൽ ഓഫീസ് ബെറേഴ്സിൻ്റെ ഇലക്ഷനും അതുപോലെ അവരെ റിമൂവ് ചെയ്യുന്നതിനൊന്നും പങ്കെടുക്കാനുള്ള അധികാരമില്ല എന്ന് പറയുന്നത് സെക്ഷൻ 20D. വിച്ച് സെക്ഷൻ ഡീൽസ് വിത്ത് നോമിനൽ മെമ്പർ ഹാസ് നോ വോട്ടിംഗ് റൈറ്റ്? ഉത്തരം സെക്ഷൻ 20 സബ്സെക്ഷൻ B. അടുത്ത ചോദ്യം, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് ഉത്തരം നോട്ട് മോർ ദാൻ 3 ഇൻഡിവിജ്വൽസ്. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ 3-ൽ കൂടാത്ത അംഗങ്ങളാണുള്ളത്. ഒരാൾ കൺവീനറാണ്.
ഇവർ സൊസൈറ്റിയിലെ മെമ്പേഴ്സ് ആയിരിക്കണം. KCS അമെൻമെൻറ്റ് ആക്ട് 2023 അനുസരിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലെ അംഗങ്ങൾ സൊസൈറ്റിയിലെ അംഗങ്ങൾ ആയിരിക്കണം. അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കാലാവധി 6 മാസമാണ്. അടുത്തത്, സൊസൈറ്റീസ് ആർ എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് ഓൺ അഗ്രികൾച്ചറൽ ഇൻകം ഇൻ അക്കോർഡൻസ് വിത്ത് സെക്ഷൻ. സൊസൈറ്റീസ് ആർ എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് ഓൺ അഗ്രികൾച്ചറൽ ഇൻകം ഇൻ അക്കോർഡൻസ് വിത്ത് സെക്ഷൻ. ഉത്തരം 40. സെക്ഷൻ 40 അനുസരിച്ച് KCS ആക്ടിൻ്റെ സെക്ഷൻ 40 അനുസരിച്ച് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് എക്സൈസ് ഡ്യൂട്ടി അങ്ങനെയുള്ള ടാക്സുകളിൽ നിന്നൊക്കെ എക്സംഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഡോക്യുമെൻസിൻ്റെ കമ്പൾസറി രജിസ്ട്രേഷനിൽ നിന്ന് സഹകരണ സംഘങ്ങളെ ഒഴിവാക്കുന്നതിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 41 സെക്ഷൻ 40 പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ എക്സംപ്റ്റഡ് ഫ്രം പേയ്മെൻറ്റ് ഓഫ് സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ഫീസ് എക്സെട്ര. 41 പറയുന്നത് ഡോക്യുമെൻസിൻ്റെ കമ്പൾസറി രജിസ്ട്രേഷനിൽ നിന്നുള്ള എക്സംഷനാണ്. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട് ദ റിസർവ് ഫണ്ട് ഓഫ് എ സൊസൈറ്റി ഷാൽ നോട്ട് ബി ലയബിൾ ടു അറ്റാച്ച്മെൻറ്റ്. അക്കോർഡിംഗ് ടു സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട് ദ റിസർവ് ഫണ്ട് ഓഫ് എ സൊസൈറ്റി ഷാൽ നോട്ട് ബി ലയബിൾ ടു അറ്റാച്ച്മെൻറ്റ്. ഉത്തരം സെക്ഷൻ 39. ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 39 പറയുന്നുണ്ട് റിസർവ് ഫണ്ട് ജപ്തി ചെയ്യാൻ കഴിയുന്നതല്ല. കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ റിസർവ് ഫണ്ട് ഒരു സാഹചര്യത്തിലും ജപ്തി ചെയ്യാൻ കഴിയുന്നതല്ല. ഇത് പറയുന്നത് KCS ആക്ടിൻ്റെ സെക്ഷൻ 39 സെക്ഷൻ 39 ഹെഡിങ് ഷെയർസ് ഓർ ഇൻട്രസ്റ്റ് ഓർ റിസർവ് ഫണ്ട് നോട്ട് ലയബിൾ ടു അറ്റാച്ച്മെൻറ്റ് എന്നാണ്. ഷെയർസ് ഓർ ഇൻട്രസ്റ്റ് ഓർ റിസർവ് ഫണ്ട് നോട്ട് ലയബിൾ ടു അറ്റാച്ച്മെൻറ്റ്. Government provided fund to a society for the purchase of shares in other societies with limited liability is called. Government provided fund to a society for the purchase of shares in other societies with limited liability is called. ഉത്തരം ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ്. ഗവൺമെൻറ്റിന് കോപ്പറേറ്റീവ് സൊസൈറ്റീസുമായിട്ട് ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പും ഉണ്ട്, ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പും ഉണ്ട്. ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 42 ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 43 ഗവൺമെൻറ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഫണ്ട് കൊടുക്കുന്നു. മറ്റ് സൊസൈറ്റികളുടെ ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള മറ്റ് സൊസൈറ്റികളുടെ ഷെയർസ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സൊസൈറ്റികൾക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതാണ് ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടും സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടും പഠിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് സെക്ഷൻ 44 പറയുന്നത്. സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിനെ കുറിച്ച് സെക്ഷൻ 45 പറയുന്നു. ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് അപ്പെക്സ് സൊസൈറ്റി സ്വീകരിക്കുന്ന ഫണ്ടാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. അതായത് മറ്റ് സൊസൈറ്റികളുടെ ഷെയർ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി അപ്പെക്സ് സൊസൈറ്റികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കുന്ന ഫണ്ട് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്ന പേരിലാണ് അപ്പെക്സ് സൊസൈറ്റികൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ ഫണ്ടിൻ്റെ ഒരു ഭാഗം സെൻട്രൽ സൊസൈറ്റികൾക്ക് പ്രൈമറി സൊസൈറ്റികളുടെ ഷെയർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നു, അപ്പെക്സ് സൊസൈറ്റികൾ കൊടുക്കുന്നു. സെൻട്രൽ സൊസൈറ്റികൾ ഇങ്ങനെ റിസീവ് ചെയ്ത ഫണ്ട് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്ന പേരിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് കെപ്റ്റ് ചെയ്യുന്നത് സെൻട്രൽ സൊസൈറ്റികളും പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പെക്സ് സൊസൈറ്റികളുമാണ്. അടുത്ത ചോദ്യം, ഹൂ പ്രിപ്പയർസ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് അതർ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ്സ് ആസ് റിക്വയർഡ് ബൈ ഓഡിറ്റേഴ്സ്. ഹൂ പ്രിപ്പയർസ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് അതർ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ്സ് ആസ് റിക്വയർഡ് ബൈ ഓഡിറ്റേഴ്സ്. ഉത്തരം ചീഫ് എക്സിക്യൂട്ടീവ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും മറ്റ് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ്സും ഒക്കെ ഓഡിറ്റർക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കേണ്ടത് ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ഡ്യൂട്ടിയാണ്. ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ ചീഫ് എക്സിക്യൂട്ടീവ് എല്ലാ ഡോക്യുമെൻറ്റ്സും മാനേജിംഗ് കമ്മിറ്റിയുടെ മുമ്പിൽ വെക്കണം. മാനേജിംഗ് കമ്മിറ്റി ഇത് 15 ദിവസത്തിനുള്ളിൽ ഓഡിറ്റേഴ്സിന് കൈമാറണം. ശ്രദ്ധിക്കണം, നേരത്തെ 1 മന്തിനുള്ളിലായിരുന്നു. അമെൻമെൻറ്റ് ആക്ട് അനുസരിച്ച് മാനേജിംഗ് കമ്മിറ്റി 15 ദിവസത്തിനുള്ളിലാണ് ഓഡിറ്റേഴ്സിന് അയച്ചു കൊടുക്കേണ്ടത്. ഓഡിറ്റേഴ്സ് 90 ദിവസത്തിനുള്ളിലാണ് ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓഡിറ്റേഴ്സ് ആവശ്യപ്പെടുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ്സും ഒക്കെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ഡ്യൂട്ടിയാണ്. When the affairs of a society have been wound up, the liquidator shall make a report to. When the affairs of a society have been wound up, the liquidator shall make a report to
ഉത്തരം രജിസ്ട്രാർ. ലിക്വിഡേറ്റർ ആർക്കാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്? രജിസ്ട്രാർക്കാണ്. ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് രജിസ്ട്രാറാണ്. ലിക്വിഡേറ്റർ ലിക്വിഡേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യേണ്ടത് 2 വർഷത്തിനുള്ളിലാണ്. KCS അമെൻമെൻറ്റ് ആക്ട് അനുസരിച്ച് 2 വർഷത്തിനുള്ളിൽ ലിക്വിഡേറ്റർ ലിക്വിഡേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യണം. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഡീൽസ് ഇൻ വിച്ച് റൂൾ? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഡീൽസ് ഇൻ വിച്ച് റൂൾ? ഉത്തരം റൂൾ 126. റൂൾ 126 സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുന്നത്. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 88 ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 88 അനുസരിച്ചാണ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണെങ്കിൽ സെക്ഷൻ 89. ഇവിടെ ചോദ്യം സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഏത് റൂൾ അനുസരിച്ചാണെന്ന് ചോദിച്ചാൽ ഉത്തരം റൂൾ 126. സഹകരണ ബാങ്ക് പരീക്ഷകൾക്ക് തീർച്ചയായും പഠിച്ചിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.